കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ ഒരു തുടർച്ച എന്നതാണ് ഇപ്പോൾ ഈ കൂട്ടായ്മ ഇതേ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എൻ്റെ കൂടപ്പിറപ്പുകളായ 5 കാരണന്മാർ പോയിട്ട് കുറേ ഏകദേശം അവസാനത്തെ ആൾ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ 5 പേരും പോയി. അപ്പോൾ നമ്മളെ പ്രസൻ്റായില്ല നമ്മളെ രണ്ടാമത്തെ തലമുറയിലെ 2 കാരണന്മാരും കൂടെ ഇല്ലായിരുന്നു. അത് അവർ പരിശുദ്ധ അജ്ഞാമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 പേരും വിളിച്ചിരുന്നു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ 5-6 പേരെ സാന്നിധ്യമുണ്ട്, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ സീസണാകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും യഥാസമയം എത്തിച്ചേർന്നു, സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച് അതിന് ശേഷം മറ്റ് ഇൻഡിവിജ്വലായ പരിപാടികളും ടീമിൻ്റെ പരിപാടികളും അതുപോലെ മറ്റ് ഗാന പരിപാടികളെല്ലാം ഉണ്ടായിരിക്കും. അതിന് മത്സരങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്. അതിൽ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്ന പരിപാടികളൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് കൂടി ഇവിടെ വിവരിക്കും. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഭാവിയിലും ഇതിൻ്റെ പ്രവർത്തനം ഇതേ രീതിയിൽ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലിയ പേർക്കും ആശംസകൾ നേരുകയാണ്. ഇത് നമ്മുടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഈ ടർഫിൽ ഒത്തുകൂടുന്നത്. ഇത് നമ്മുടെ പാപ്പാപ്പാടെ കാലത്തുള്ള പരിപാടികളാണ് റൗണ്ട്സ്. നമ്മൾ അലിഗന്ന് തോരന്ന് എല്ലാ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങും. ഈ നാട്ടുകാർക്കിങ്ങനെ ഒരു കൗതുകം നമ്മളിങ്ങനെ ഫോണ് കാണുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ച് ഇങ്ങനെ എല്ലാ വീടും കയറി ഇറങ്ങുന്നതാണ്. അതിപ്പോൾ വിപുലീകരിച്ച് ഇങ്ങനെ നമ്മൾ ടർഫിലേക്കാക്കി. മൂത്താപ്പൻ്റെ അവിടെ നിന്നിട്ടാണ് തുടങ്ങിയത്. ഞാനൊക്കെ ചെറുതാണ കാലത്തുണ്ട്. അത് ഇത്രയും വളർന്നു വന്നപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിലാക്കി തീർന്ന നമ്മൾ യൂത്തന്മാരാണ്. അവർക്ക് നല്ലൊരു കൈയ്യോടെ കൊടുക്കാം നമ്മൾ യൂത്തന്മാർക്ക്. അവരാണ് ഇതിങ്ങനെ ഈ ടർഫിലേക്കൊക്കെ മാറ്റിയത്. നമ്മളിത് വീടുകൾ മാത്രം ഒഴിഞ്ഞ് അവരെ ഇപ്പോൾ കാട്ടിന് കഴിഞ്ഞ് 2 കൊല്ലം മുതൽ അവർ ഏറ്റെടുത്താണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഞങ്ങളൊന്നല്ല. അപ്പോൾ അവർ ഇത് അടുത്ത കൊല്ലം ഇതിൽ നന്നാക്കി നടത്താനായിട്ടെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെ വിളിക്കുക. നിങ്ങളെ ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾ പെൺകുട്ടികൾ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിമിറ്റിലുള്ളത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. നിലത്ത് വീണാൽ പോയി. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി, 2ാമത്തെ പ്രാവശ്യം ഇവിടെ പോകുമ്പോൾ നിലത്ത് വീണാൽ പോയി. റെഡ് ഹൗസിൽ തന്നെ 2 ടീമിന് പങ്കെടുക്കാം. 2 ടീമിൽ തന്നെ 4 പേർക്ക് പങ്കെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റെഡ് ഹൗസ് തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ റെഡ് ഹൗസ് തമ്മിൽ തന്നെ വീണ്ടും മത്സരങ്ങളുണ്ടാവും. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിൽ ഒരു സ്വർണ്ണ മെഡല്, വെള്ളി മെഡല്, ബ്രോൺസ് മെഡലുണ്ട്. അപ്പൊ ആള് പോവുക. പുറത്തു പോകണേ. അടുത്തതായി വീണ്ടും തുടങ്ങാണ്. സ്റ്റാർട്ട്. Come on, start. Stop. ഇപ്പൊ ആരുടെ കയ്യിലാണോ ആ റിംഗ് ഉള്ളത് അതിന്റെ തൊട്ടടുത്ത് ആർക്കാണോ ആ റിംഗ് കൊടുക്കാൻ
ഉദ്ദേശിക്കുന്ന അയാൾ പുറത്താണ്. ആർക്കാണോ ആ റിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അയാൾ പുറത്താണ്. ഓക്കെ സ്റ്റാർട്ട്. റിങ് പോട്ടെ, റിങ് പോട്ടെ. പോയി. ഓക്കെ സ്റ്റോപ്പ്. ഇപ്പൊ ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ ആരുടെ കയ്യിലാണ് വാങ്ങിയത് അയാൾ ആരുടെ കയ്യിലാണോ ആ റിങ് വാങ്ങിയത് അയാൾ പുറത്തു അദ്ദേഹം പുറത്തു പോകാനാണ്. അപ്പൊ വീണ്ടും സ്റ്റാർട്ട്. ഹലോ ആ ഹതഭാഗ്യം പുറത്തു പോകാനാണ്. ആരുടെ കയ്യിലാണോ ഉള്ളത് ആ ഹതഭാഗ്യം പുറത്തു പോകാനാണ്. ഓക്കെ സ്റ്റാർട്ട്. വീണ്ടും സ്റ്റോപ്പ്. ഈ റിങ് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ പുറത്തു പോകുന്നതാണ്. ഈ റിങ് ആരുടെ കയ്യിലാണോ ഉള്ളത് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ പുറത്തു പോകുന്നതാണ്. ഓക്കെ സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ആ റിങ് കൈവശം വെച്ചിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. കാരണം അയാൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അയാളാണ് പുറത്തു പോകുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അയാൾ പുറത്തു പോവാം. ഇദ്ദേഹം വളരെ ഭാഗ്യവാനാണ്. അദ്ദേഹം പുറത്തു പോകണം. ആരുടെ കയ്യിലാണ് ഉള്ളത് അദ്ദേഹം പുറത്തു പോകുന്നത്. Come on, start. ഇത് ഈ റിങ് ആരുടെ കയ്യിലാണോ ഉള്ളത് ആളുടെ രണ്ടാൾ അപ്പുറത്തുള്ള ആള് പുറത്തു പോകണം. രണ്ടാളപ്പുറം ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ അപ്പുറത്തുള്ള ആള് പുറത്തു പോകണം. ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ അപ്പുറത്തുള്ള ആള് പുറത്തു പോകണം. ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റിങ് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ അപ്പുറത്തുള്ള ആള് പുറത്തു പോകണം. ആ കൈവശം വെച്ചിരിക്കുന്ന ഭാഗ്യമാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ഇത് തീർത്തും ഭാഗ്യവാനാണ്. അദ്ദേഹം ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് ആരുടെ ഒരാൾ മുന്നേ അല്ല ആളെ പുറത്തു പോകണം. ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് ആളുടെ തൊട്ട് മുന്നേ വാങ്ങിയ ആള് പോകേണ്ടതാണ്. ഇത് തീർത്തും നിർഭാഗ്യവാനാണ്. അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടതാണ്. ഈ റിങ് കൈവശം വെച്ചിരിക്കുന്നവർ പുറത്തു പോകേണ്ടതാണ്. Okay, start. Stop. ഇനി ഈ റിങ് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ പുറത്തു പോകണം. Stop. ഇത് ആരുടെ കൈവശമാണുള്ളത് അയാൾ പുറത്തു പോകണം. ഒരു പൈസ ഉറപ്പാണ്. ഒരു പൈസ ഉറപ്പാണ്. ഇത് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ പുറത്തു പോകണം. കൈവശം വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥ വിജയി.
ഗോൾഡ് മെഡൽ സ്പോൺസർ ചെയ്യുക. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗോൾഡ് മെഡലാണ് യെല്ലോ ഹൗസിന് സമ്മാനിച്ചിരിക്കുകയാണ്. സിൽവർ ആരാണ്? ഉമ്മർക്കാരുടെ മകനാണ് സിൽവർ. 1 ഗ്രാം സിൽവറിൽ പൊതിഞ്ഞ മെഡലുകൾ സ്പോൺസർ ചെയ്തത് ജിദ്ദയിൽ നിന്നാണ്. 3-ാം സ്ഥാനം ബ്രോൺസ് മെഡൽ കരസ്ഥമായിരിക്കുക. അത് ഉമ്മർക്കാക്കന്റെ മോൻ. ഓക്കെ ബ്ലൂ ഹൗസിന്റെ അഭിമാനവാചകമായ ബാംഗ്ലൂരിൽ നിന്ന് ഈ മെഡൽ വാങ്ങാനായിട്ട് അദ്ദേഹം ഇതുവരെ വന്നിരിക്കുകയാണ്. ലെമൺ സ്പൂൺ ലാസ്റ്റ് റൗണ്ട് ആണ്. അടുത്ത സിൽവർ ആരാ സിൽവർ? ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് കാണുന്ന പോണ്. സീനിയേഴ്സ് ഫസ്റ്റ് ക്യാപ്റ്റൻ, ബ്ലൂവിന്റെ ക്യാപ്റ്റൻ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ്. സെക്കൻഡ് റെഡ് ഹൗസിന്റെ ക്യാപ്റ്റനായ ഇശക്കുട്ടി ഫ്രം കൊളത്തറ. ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് ബൊക്കിയും മാലിയൊന്നും ഇല്ലാത്തത്. അടുത്ത പ്രാവശ്യം ഒളിമ്പിക്സിന്റെ മാതിരി നമ്മൾ നടത്തുന്നതാണ്. സിൽവർ തേടില്ല. യൂത്തിൽ ഫസ്റ്റ് യെല്ലോ ഹൗസിന്റെ സിനാൻ. സെക്കൻഡ് ബേബി പെരിന്തൽമണ്ണ ഈ സിൽവർ മെഡൽ നേടാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് എന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കിട്ടി. തേർഡ് ആരേന്? ദിബീഷ്. ബാംഗ്ലൂർക്കുള്ള ഡീസലിന്റെ പൈസ കിട്ടി. In just 10 minutes. Start. One.
ആകെയാണ് വായിലേക്ക് ഇട്ടിരിക്കുന്നത്. എംപിക്കാക്ക ദാ 3 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. 4ാമത്തെ എനിക്ക് കടന്നിരിക്കുകയാണ്. 5 കഴിഞ്ഞിരിക്കുകയാണ്. 6 കഴിഞ്ഞിരിക്കുകയാണ്. പിടിച്ച് ഓരോ അദ്ദേഹം ആവേശം അധികം വേണ്ട, പരിപ്പ് പോകും. ചിരിക്കാതെ Yes, your time. Stop. കഴിഞ്ഞു. ഞാൻ അവിടെ നിൽക്കുക. നീ എന്നെ എടുത്തിട്ട് പോകാം. ആരും തുപ്പാനോ താക്കാനോ പാടില്ല. എല്ലാം ഒന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഇവിടുന്ന് കുറച്ചും വേണ്ട. കർണാടകയിൽ തുറന്ന് സ്വകാര്യം തുറന്നു അതിന് പൈസ. അപ്പോ അടുത്തതായി ഓരോ കുടുംബാംഗങ്ങൾ വന്ന് ഇത് കൈപ്പറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 സുജാത് മമ്മൂട്ടിക ഗ്രീൻ ഹൗസിലെ ഗ്രീൻ എന്ന ഗ്രീൻ ഹൗസിലെ സിദ്ദിഖാക്ക അഷ്റഫ് കാക്ക സൗദിയാക്ക ഹിന്ദിക്കാക്ക ആലിക്കാക്ക സോമൻകാക്ക സോമൻകാക്ക
ബേബി താത്ത റബി സിന്ധു ഫാമിലിയിൽ ഈ വർഷത്തെ പ്ലസ് ടുവിനും അതേപോലെ 10th സ്റ്റാൻഡേർഡിനും കൂടുതൽ മാർക്ക് വാങ്ങിയ വിജയികളായ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അനുമോദന സമ്മാനമാണ്. അപ്പോൾ അത് വാങ്ങാൻ ആരെല്ലാം Mohammed, SSLC. Aisha Zahra. Plus 2. ഒരു ഒറ്റക്ക നമ്പറാണ് വായിച്ചാൽ 23 23. അതിനായിട്ട് അവിടെ വന്നാണ് പൈസ ഈ പ്രൈസുകൾ സ്പോൺസർ ചെയ്തത് കുവൈറ്റിൽ നിന്നാണ്.
ക്യാപ്റ്റനായ വൗട്ടിക്കാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി വാങ്ങാനായിട്ട് ബസ് പിടിച്ച് വന്നിരിക്കുകയാണ്. ജില്ലാ അണികൾ മാത്രമാണ് ട്രോഫി